പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ വചനദീപ്തി പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് കർത്താവ് നമുക്ക് നൽകുന്ന സൗഖ്യത്തെക്കുറിച്ചാണ്. യേശു ആരെ തൊട്ടോ അവർ സുഖം പ്രാപിച്ചിട്ടുണ്ട്. യേശുവിനെ ആര് തൊട്ടോ അവർ സുഖം പ്രാപിച്ചിട്ടുണ്ട്. രോഗസൗഖ്യം നേടുക രക്ഷ പ്രാപിക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം ആത്മാവിന് മാത്രമല്ല, മനസ്സിനും ശരീരവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ മനുഷ്യനെയാണ് യേശു രക്ഷിച്ചത്. ആയതിനാൽ യേശു ക്രിസ്തുവിലൂടെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് സഭാപ്രബോധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം സഭ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ എല്ലാവരും സൗഖ്യം പ്രാപിക്കണമെന്നതാണ്. വചനം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം ശ്രവിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ച വിവരം തൻ്റെ ഭൃത്യൻ വന്ന് പറയുന്നത് നമുക്ക് ആ വചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, സൗഖ്യം പ്രാപിക്കണമെങ്കിൽ വിശ്വാസം പരമപ്രധാനപ്പെട്ടതാണ്. വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളങ്ങളുണ്ടാകും. വിശ്വാസമില്ലാത്തവർക്ക് സൗഖ്യം പ്രാപിക്കുക സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വാസമുണ്ടായാൽ, കടുക് മണിയോളം വിശ്വാസം നിനക്കുണ്ടായാൽ ഈ മലയോട് മാറിപ്പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ അത് വീഴുക, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച്, തോതനുസരിച്ചാണ് സൗഖ്യം നമുക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ രോഗാവസ്ഥയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിനെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് പറയുന്നത്. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, പത്രോസിൻ്റെ അമ്മായിയമ്മയെ കർത്താവ് സുഖപ്പെടുത്തുന്നത്. പത്രോസിൻ്റെ അമ്മായിയമ്മ ഒരുപക്ഷെ പനി പിടിച്ചത് പത്രോസ് കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് പോകുന്നു എന്ന് കേട്ടപ്പോഴായിരിക്കാം. കാരണം പത്രോസ് പോയാൽ പിന്നെ വീട്ടിലുള്ള കാര്യം ആര് ചെയ്യും, എൻ്റെ മകള് ദാരിദ്ര്യത്തിലാകും എന്നൊക്കെ ഒരുപക്ഷെ വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം പനി പിടിച്ചത്. എന്നാൽ കർത്താവ് ചെന്നിട്ട് അവളെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. അടുത്ത് ചെന്നിരുന്നെന്നാണ് വചനം പറയുന്നത്. അടുത്ത് ചെന്നപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു. കർത്താവ് ഒരുപക്ഷെ പറഞ്ഞു കാണുമായിരിക്കാം, പേടിക്കണ്ട, ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, അതുകൊണ്ട് നീ എഴുന്നേൽക്കുക. പിന്നീട് നമ്മൾ ആ വചനം ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, പോയി കർത്താവിന് വേണ്ട ഭക്ഷണം റെഡിയാക്കി കൊടുത്തെന്ന്. പനി വിട്ടുപോയി. അവളുടെ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം അവൾക്ക് ലോകത്തിൽ നിന്നും വിടുവിച്ച് യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ അവൾ സുഖം പ്രാപിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പറയുന്നത് ഏതാണ്? നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് സാധിക്കും. ആയതിനാൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായി മാറണം. വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം 8-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അനേകം പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അനേകം പിശാച് ബാധിതനെ നമുക്കറിയാം. ഈ കാലഘട്ടത്തിലും അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് പിശാചെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അറിയാത്തതാണ് പിശാച്. പിശാച് ബാധിച്ചവരെ സുഖം പ്രാപിച്ചെന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തെ അറിയാതിരിക്കുന്നതാണ് സാത്താൻ്റെ പ്രവർത്തനം നമ്മളിലേക്ക് കടന്നു വരുന്നത്. വിശ്വസിച്ച് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടായാൽ പിശാചിൻ്റെ പ്രവർത്തനം പിന്നീട് നമ്മൾക്ക് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത്, ദൈവമാണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പമായി തീരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനമിടിഞ്ഞു പോകരുത്, മനസ്സ് തളർന്നു പോകരുത്.
നിന്നെ സുഖപ്പെടുത്താൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവനായവൻ നമ്മോടൊപ്പമുണ്ട്. മത്തായി അറിയിച്ച സുവിശേഷം വീണ്ടും 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗി വന്നു കഴിഞ്ഞാൽ അടുത്ത് ആരും ചെല്ലില്ല. ഒരു മനുഷ്യനും അവൻ്റെ അരികിൽ ചെല്ലില്ല. കുഷ്ഠരോഗി വരുമ്പോൾ മണിയടിച്ചിട്ടാണ് വരുന്നത്. കാരണം ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൂരത്ത് പോയിക്കോണം. പക്ഷെ അങ്ങനെയുള്ളവരുടെ അടുത്ത് കർത്താവ് കടന്നു വന്ന് അവനെ തൊട്ട് സുഖപ്പെടുത്തി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. വചനം ധ്യാനിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാർത്തായുടെ ഭർത്താവിനെ, കുഷ്ഠരോഗിയായിരുന്നു, ഒറ്റക്ക് താമസിക്കുകയായിരുന്നു. ലേവി കുഷ്ഠരോഗിയായിരുന്നപ്പോൾ യേശു എല്ലാ ദിവസവും തന്നെ ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് ചെല്ലുമെന്നാണ് പറയുന്നത്. ഇന്ന് കുഷ്ഠരോഗികളുടെ എണ്ണം കുറവാണ്, എന്നാൽ അന്ന് കൂടുതലായിരുന്നു. കർത്താവ് അനേകം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ വിശ്വാസമില്ലാതിരുന്ന രോഗിയായിപ്പോയി എന്നെ ആർക്കും വേണ്ട എന്ന് വിചാരിച്ചിരുന്നവരെ കർത്താവ് ചെന്ന് സുഖപ്പെടുത്തി, ശക്തിപ്പെടുത്തി, അനുഗ്രഹിച്ച് അവരെ പുറം ലോകത്തേക്ക് തിരികെ കൊണ്ടുവന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെയും ദൈവം ഈ കാലഘട്ടത്തിൽ ഏൽപ്പിക്കുന്നുണ്ട്. ദൈവം നമുക്ക് വേണ്ട ശക്തി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ വീണ് കിടക്കുന്ന അവശരെ സുഖപ്പെടുത്തുവാനോ അവരോട് സംസാരിക്കുവാനോ പോകുവാൻ നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ കർത്താവിനെ കൊടുക്കുവാൻ, കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കാതായി പോകും. ആയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തിരിച്ചറിയുക. കർത്താവിൻ്റെ മഹത്വം അനേകർക്ക് വിളംബരം ചെയ്യുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രധാനപ്പെട്ടൊരു വചനഭാഗമാണ് മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിങ്ങനെയാണ്: തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്, യേശു ഒരു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മേക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ താഴേക്കിറക്കി കൊണ്ടുവരുന്ന ഒരു ഭാഗമാണത്. പ്രിയ സഹോദരങ്ങളെ, 4 പേര് വേണം കട്ടിലോടുകൂടെ ഇറക്കിയെന്നാണ് പറയുന്നത്. 4 കൂട്ടരുണ്ടെങ്കിലേ ഈ തളർവാദ രോഗിയെ എടുത്തിട്ട് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 4 കൂട്ടരെന്ന് പറയുമ്പോൾ ഒന്ന് പ്രവൃത്തിയുള്ളവനായിരിക്കണം. അവൻ ചെന്ന് പറയണം, കട്ടിലോടുകൂടെ നമുക്ക് കൊണ്ടുപോകാം, അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നാൽ മതി. അവൻ പ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ചു. അവൻ ആ പ്രവൃത്തി ഉള്ളത് കൊണ്ട് അവനെ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. 2 സന്മനസ്സുള്ളവർ വേണം. സന്മനസ്സുണ്ടെങ്കിലേ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രതിഫലം ആഗ്രഹിക്കാതെ, ഇച്ഛിക്കാതെ സന്മനസ്സോടുകൂടെ കടന്നു വന്ന വ്യക്തി. 3-ാമത്തെ ആൾ വിശ്വാസം. കൊണ്ട് ചെന്നാൽ ഇവൻ നടക്കുമോ, സുഖം പ്രാപിക്കുമോ എന്ന് സംശയപ്പെടുന്ന ഒരാൾക്ക് ഈ മനുഷ്യനെ എടുത്തിട്ട് വരാൻ സാധിക്കില്ല. യേശു അവിടെയുണ്ട്. കൊണ്ടു ചെന്നാൽ ഇവൻ എഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. 4 ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരാൾ. ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരാളുണ്ടെങ്കിലേ ആ പ്രവൃത്തിയും വിശ്വാസവും സന്മനസ്സുമുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ 4 കൂട്ടർ കൂടെ ഓട് പൊളിച്ച്, നമ്മുടെ വീടാണെങ്കിൽ ഒരിക്കലും പൊളിക്കുവാനായിട്ട് സമ്മതിക്കില്ല. പക്ഷേ ആ വീട്ടു ഉടമയെ ഇപ്പം ഞാൻ ഓർക്കുകയാണ്. ആ സന്മനസ്സ് കാണിച്ചുകൊണ്ട് തൻ്റെ ഭവനം പൊളിച്ച് മാറ്റുവാനായിട്ട് അനുവാദം കൊടുത്ത് ആ തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചപ്പോൾ ആ മനുഷ്യൻ സുഖം പ്രാപിച്ച്. പ്രിയ സഹോദരങ്ങളെ, ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ നമ്മൾ അവിടെ എത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് മരുന്നാണ് ആവശ്യമെങ്കിൽ മരുന്നും, വിശ്വാസമാണ് ആവശ്യമെങ്കിൽ വിശ്വാസവും, പ്രവൃത്തിയാണ് ആവശ്യമെങ്കിൽ പ്രവൃത്തിയും നമ്മൾ ചെയ്തു കൊടുക്കണം. യേശു ചെയ്തതും അപ്രകാരം തന്നെയാണ്. യേശു പറഞ്ഞതെന്താണ്? എഴുന്നേറ്റ്, നിൻ്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് പോയെന്നാണ് പറയുന്നത്. കൊണ്ടുവന്നവരുടെ വിശ്വാസം കൊണ്ട്, കൊണ്ടുവന്നവരുടെ പ്രവൃത്തി കണ്ട്, കൊണ്ടുവന്നവരുടെ സന്മനസ് കണ്ട് കർത്താവ് അവനെ സുഖപ്പെടുത്തി. പ്രിയ സഹോദരങ്ങളെ, നമ്മളും നമ്മളുടെ പ്രവൃത്തിയും മനോഭാവവും പോലെ ഇരിക്കും ദൈവം നമ്മളെ സുഖപ്പെടുത്തുന്നത്, ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. ആയതിനാൽ തളർന്നു കിടക്കുകയല്ല, എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നീ
സുഖം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇവിടെ നമ്മൾക്കറിയാം, ഈ സുഖപ്പെട്ടവരെല്ലാവരും പിന്നീട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോയത് നമുക്ക് കാണാൻ സാധിക്കും. അവരാരും പിന്നീട് ഒതുങ്ങിക്കൂടിയില്ല. അനുഭവിച്ച സത്യത്തെ അനേകർക്ക് വിളംബരം ചെയ്തു. അപ്പോൾ സൗഖ്യം പ്രാപിച്ചാൽ അടങ്ങിയിരിക്കാൻ മാത്രമുള്ളതല്ല, പിന്നീട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ സാക്ഷ്യപ്പെടുത്തുന്നവരായി മാറണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ ബെത്സയിദ കുളക്കടവിൽ രോഗിയായി കിടന്ന മനുഷ്യൻ, അവൻ്റെ രോഗം എന്തായിരുന്നു? നമുക്കറിയാം, ആദ്യ നാളുകളിൽ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തു കാണും. ഭാര്യ ഒരുപക്ഷെ കൂട്ടിരുന്ന് കാണും, വീട്ടുകാർ കൂട്ടിരുന്ന് കാണും. പോകെ 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 ഈ മനുഷ്യൻ ഒറ്റയ്ക്കായി കാണും. അവൻ കിടന്ന പാ കീറി കാണും, അവൻ്റെ വസ്ത്രങ്ങൾ കീറി കാണും. കാരണം യേശു ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് കിടക്കുകയാണ് രക്ഷ അനുഭവിക്കാൻ വേണ്ടി. അവൻ യേശു വന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ രോഗമെന്ന് പറയുന്നത് പരാതി പറയുക എന്നതാണ്. യേശു രക്ഷ പ്രാപിക്കാൻ നിനക്ക് ആവശ്യമുണ്ടോ, ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, വെള്ളം ഇളകുമ്പോൾ എന്നെ എടുത്ത് ഇറക്കാൻ ആരുമില്ല. അപ്പോൾ പരാതി പറയുന്ന ഒരു രോഗമായത്. യേശു പറഞ്ഞു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ, നിൻ്റെ പായും ചുരുട്ടിയെടുത്ത് നീ പോവുക. പായുടെ പ്രതീകം മടിയെന്ന, അലസത, മടി. കർത്താവ് അവനെ സുഖപ്പെടുത്തി. കർത്താവ് പറഞ്ഞു, നിൻ്റെ അലസതയും മടിയും ചുരുട്ടിയെടുത്തോണ്ട് പൊയ്ക്കോ, ഇനി മേലാൽ ഇവിടെ വന്ന് കിടക്കരുത്, നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രോഗികളായിരിക്കുന്നത് ഈ അലസതയും മടിയും പിടിച്ചുകൊണ്ട് ഞാൻ രോഗിയാണെന്നും പറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ മടിയൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാ ദിവസവും ദേവാലയത്തിലേക്ക് കടന്നു പോവുക. യേശു ഉള്ളിൽ വരുമ്പോഴാണോ ശക്തി, പുറത്തിരിക്കുമ്പോഴാണോ ശക്തി? യേശു ഉള്ളിൽ വരുമ്പോൾ നിൻ്റെ ജീവിതത്തെ അവൻ സുഖപ്പെടുത്തും, നിന്നെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ വലിയ കൃപ, സൗഖ്യം നമ്മളിലേക്ക് കടന്നു വരട്ടെ. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം സ്പർശിക്കട്ടെ. ഉദരസംബന്ധമായ അസുഖം, ക്യാൻസർ, ഇതെല്ലാം കർത്താവിന് സുഖപ്പെടുത്താൻ 1 സെക്കൻഡ് മതി. കർത്താവിന് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ? നമുക്കല്ലേ പലപ്പോഴും കഴിയില്ല, ഇത് നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്. കർത്താവിന് 1 സെക്കൻഡ് മതി. കർത്താവിൽ വിശ്വസിക്കുക, നിൻ്റെ രോഗം പൂർണ്ണമായും കർത്താവ് സുഖപ്പെടുത്തും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ ലാസറിനെ ഉയർപ്പിച്ചത്. 4 ദിവസം മരിച്ചിരുന്ന ലാസർ, കല്ലറയിൽ അടക്കപ്പെട്ടിരുന്ന ലാസറിനെ കർത്താവ് സുഖപ്പെടുത്തുവാനായിട്ട് കടന്നു വരുന്ന വഴിക്ക് മാർത്ത ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. നമ്മളും പലപ്പോഴും പറയുന്നുണ്ട്, കർത്താവേ, നിന്നെ അറിയാൻ പറ്റാതിരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമായിപ്പോയത്. വിഷമിക്കണ്ട. കർത്താവ് പറയുന്ന മറുപടി ഇതാണ്, ഞാനിവിടെ ഇല്ലാതിരുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ അപ്പൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ, ചില കഷ്ടങ്ങളൊക്കെ കടന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള അവസരമാണെന്ന് കരുതുക. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുവാനുള്ള മാർഗമാണ് എൻ്റെ രോഗം. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുക. അപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞ ഇങ്ങനെയാണ്, ഇപ്പം 4 ദിവസമായി നാറ്റം വെച്ചിരിക്കും. പ്രിയ സഹോദരങ്ങളെ, മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നാറ്റം ഉണ്ടാകും ഉറപ്പായിട്ടും. കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞത് നിൻ്റെ വിശ്വാസത്തെയാ. നിനക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നീ ആ കല്ലെടുത്ത് മാറ്റ്. നമ്മൾ പലപ്പോഴും വിശ്വാസമില്ലാതിരിക്കുന്ന കല്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സിനെ. ഞാൻ രോഗിയാണ്, ഇനി സുഖപ്പെടുകയില്ല, കണ്ട അടച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനി ഒരിക്കലും ഞാൻ നന്നാകത്തില്ല, ഈ കല്ലെടുത്ത് വെച്ചിരിക്കുകയാണ്. എങ്ങനെ ഇത് മാറ്റിയാലല്ലേ നന്നാകത്തുള്ളൂ? കർത്താവ് പറയണം, ആ കല്ലെടുത്ത് മാറ്റുക. ആ കല്ല് മാറ്റിയപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു
ലോകത്തിലേക്ക് നോക്കിയില്ല, പകരം സ്വർഗത്തിലേക്ക് നോക്കി. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന നേരത്തും ലോകത്തിലേക്ക് നോക്കിയില്ല, കടലിനെ നോക്കിക്കൊണ്ട് കാറ്റിനെ ശാസിച്ചെന്ന് പറയുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ വിശ്വാസവും എല്ലാം സ്വർഗത്തിലായിരിക്കണം. എന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ടെന്നുള്ളതായിരിക്കണം. കർത്താവ് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു. ലാസർ പുറത്തു വന്നു. അവൻ മരിച്ചവനായിരുന്നു. പലപ്പോഴും നമ്മൾ മരണാവസ്ഥയിലാണ്. നമ്മൾ ദൈവത്തെ തിരിച്ചറിയാത്തതും ദൈവത്തിൽ വിശ്വസിക്കാതെയുമാകുമ്പോൾ നമ്മൾ മരിച്ച അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വരണം. അതുകൊണ്ട് ഇനി രക്ഷയില്ല എന്നും വിചാരിച്ച് ഇത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. നിന്നെ സുഖപ്പെടുത്താൻ അവന് സാധിക്കും. നിൻ്റെ ഏത് മാരകമായ രോഗമാണെങ്കിലും അത് മാറ്റാൻ ദൈവത്തിന് സാധിക്കും. കാരണം വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. നീ വിശ്വസിക്ക്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വെളിപ്പെടും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വെളിപ്പെടും. വിശ്വസിക്കും മക്കളെ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ, സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തും. പിശാച് ബാധിച്ചവനെ സുഖപ്പെടുത്തും. നമുക്കറിയാം, ഒത്തിരി പിശാചുകളെ ദൈവം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ലഹ്യോൻ എന്ന് പറയുന്ന സിമിത്തേരിയിൽ തൻ്റെ ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച് താൻ ആരാണെന്ന് പോലും മനസ്സിലാകാതിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ സുഖപ്പെടുത്തിയ ലഹ്യോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനേകരുണ്ടെന്നാണ്. അനേകരുണ്ടെന്ന്, ഒരാളല്ല, 7 പേരുമല്ല, 70 പേരുമല്ല, അനേകരുണ്ടെന്ന്. നമ്മുടെ ചിന്തകൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴെല്ലാം സാത്താൻ നമ്മളിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനേകായിരം പിശാചുക്കളെയും കൊണ്ടാണ് ഈ ലഹ്യോൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവനിൽ നിന്നും 2000 പന്നികളിലേക്ക് ഈ പിശാചിനെ ഒഴിപ്പിച്ചു വിടുന്നു. അപ്പോൾ അനേകരുണ്ട്. നമ്മൾ വിചാരിക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും അല്ല. കൊമ്പും വാലും നഖമൊക്കെ നീട്ടിയതാണ് അല്ല, നമ്മുടെ ചിന്ത കർത്താവിൻ്റെ നിന്ന് എപ്പോഴൊക്കെ മാറിപ്പോകുന്നോ അപ്പോഴെല്ലാം പൈശാചികമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിൽ നിന്ന് മോചിപ്പിച്ചാണ് പിന്നീട് അവൻ കർത്താവിൻ്റെ കൂടെ പോകാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് അവൻ ഒറ്റയ്ക്ക് പോയി ഈ അറിഞ്ഞ സത്യത്തെ, സുഖപ്പെട്ട മഹത്വത്തെ അവൻ അനേകർക്ക് വിളംബരം ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ദൈവം അനുദിനവും സൗഖ്യങ്ങൾ നടത്തുന്നുണ്ട്. അനുദിനവും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് ഇതുവരെയും കടന്നു വരുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ നീ പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നീ കട്ടിലിൽ തളർന്നു കിടക്കുകയാണോ, നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. നീ രോഗിയാണോ, നിനക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടോ, നീ പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിന് സാധ്യമാണെല്ലാം. ഒറ്റ കാര്യം മാത്രം ചെയ്യുക, അവനിൽ വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്നെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. മക്കളില്ലാതിരുന്ന ഒരു കുടുംബം 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിനക്ക് മക്കളുണ്ടാവും, ജനിക്കുന്നതൊരു പെൺകുട്ടിയാണ്, നീ വിശ്വസിക്കാൻ പറഞ്ഞു. അവർ 2 പേരും കൈകോർത്ത് പിടിച്ച് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവർക്കൊരു പെൺകുഞ്ഞുണ്ടായി. ഇന്ന് ആ കൊച്ചിന് 5 വയസ്സായി.
ഞാൻ പറയുന്നത്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. സാധ്യതയില്ലാത്ത, സാഹചര്യങ്ങളില്ലാത്ത, അന്ധകാരത്തിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഏത് കാര്യവും ദൈവം സാധിച്ചു തരും. നമ്മൾ ദൈവത്തിൽ നിന്നും ഓടിപ്പോകുന്നതല്ല, ദൈവത്തിൽ നിന്നും അകന്ന് പലയിടങ്ങളിൽ ഓടുന്നതല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് നീ ചോദിച്ചാൽ നിൻ്റെ കാര്യങ്ങളിൽ കർത്താവ് ശ്രദ്ധിക്കും, നിന്നെ കർത്താവ് സംരക്ഷിക്കും, കർത്താവ് നിനക്ക് വേണ്ടത് എല്ലാം ചെയ്തു തരും. ആയതിനാൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ രോഗ അവസ്ഥയും, പ്രിയ സഹോദരങ്ങളെ, ആരുടെ ഉള്ളിൽ എന്ത് അസുഖമാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അറിയുന്നത് ഇന്ന അസുഖമാണെന്ന്. അതുകൊണ്ട് എല്ലാവരും, ഇത് ശ്രവിക്കുന്ന എല്ലാവരും ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ. നിനക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നീ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. നീ എൻ്റെ രോഗപീഠകളിൽ സൗഖ്യമായി, ആനന്ദമായി, സമാധാനമായി കടന്നു വരണമേ. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. നിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. നിനക്ക് സാക്ഷ്യം പറയുന്നവരായി എന്നെ സുഖപ്പെടുത്തണമേ. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവം നിന്നെ സുഖപ്പെടുത്തും. ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.